നമസ്കാരം. ഹെജിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് 2024 പാരാമെഡിക്കൽ പോസ്റ്റുകളുടെ എക്സാമിലേക്കുള്ള ആപ്ലിക്കേഷൻ നമുക്ക് 17/8/2024 മുതൽ കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേർക്ക് പല ഡൗട്ട്സുകളും വരുന്നുണ്ട്. അതായത് എങ്ങനെ ഇത് നമുക്കറിയാം, ഇത് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം, അതോടൊപ്പം RRBയിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്കിത് അപ്ലൈ ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം എങ്ങനെ RRBയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് ആധാറിന്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് വരുന്നത്, അതുപോലെ എങ്ങനെ നമുക്ക് സോൺ സെലക്ട് ചെയ്ത് സോണൽ വൈസ് അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഇമേജിന്റെ സൈസും ഡയമെൻഷൻസും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓറിയന്റേഷൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് A to Z ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഈ ഒരു എക്സാമിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വാച്ച് ഫോർ ലേറ്റർ ഓപ്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സാപ്പിൽ ഷെയർ ചെയ്തിടുകയോ ചെയ്യുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്ര വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാര്യം, നമ്മുടെ ഹെജിസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും കൂടി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിളിൽ RRB റിക്രൂട്ട്മെന്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ഈ സെർച്ചിൽ നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേ, അതായത് indianrailways.gov.in ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഡിഫറെന്റ് സോൺസിന്റെ RRBs വരുന്നത്. അപ്പോൾ ഞാനൊരു ഡെമോ പേർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെന്നൈ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിലും നിങ്ങൾക്ക് സോൺസ് RRBs സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ, നമുക്കറിയാം നമുക്ക് കൺവീനിയന്റ് ആയിട്ട് വരുന്നത് ചെന്നൈ, ബാംഗ്ലൂർ ഒക്കെയാണ്. ഇപ്പൊ നമ്മുടെ ഒരു ഡെമോ പേർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈ സെലക്ട് ചെയ്യാണ്. ഈ വീഡിയോയുടെ വെബ്സൈറ്റിന്റെ ലെറ്റേഴ്സ് ആർക്കെങ്കിലും കാണുന്നതിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ സെറ്റിംഗ്സിൽ ഹയർ ക്വാളിറ്റിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് ഓപ്പൺ ആയി വരുന്നത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ കാറ്റഗറി നമ്പർ, അതായത് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ എന്ന് പറയുന്നത് 04/2024 ആണ്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. റിക്രൂട്ട്മെന്റ് ഓഫ് വേറിയസ് കാറ്റഗറീസ് ഓഫ് പാരാമെഡിക്കൽ പോസ്റ്റ്, അതായത് നഴ്സിംഗ്, ഫാർമസി, MLT, ഒപ്റ്റോമെട്രി അങ്ങനെ വരുന്ന പാരാമെഡിക്കൽ പോസ്റ്റിന്റെ സെൻ നമ്പർ നിങ്ങൾ ഓർത്തു വെക്കുക, 04/2024. അപ്പൊ നമുക്ക് ഇതുപോലെ ഒത്തിരി പോസ്റ്റുകൾ വരുന്നുണ്ട് മറ്റ് ടെക്നിക്കൽ എക്സാംസിന്റെ, അതായത് എഞ്ചിനീയറിംഗ് പോലുള്ള. അപ്പൊ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ, അതായത് പാരാമെഡിക്കൽ എഴുതുന്ന ആൾക്കാർ നിങ്ങളുടെ സെൻ നമ്പർ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇതിന്റെ മുകളിലായിട്ട് അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അതായത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്. അതായത് നമുക്ക് റെയിൽവേ RRBയുടെ 2024 വരുന്ന എക്സാംസ് എഴുതാനായിട്ട് ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതിയാകും. ഓൾറെഡി നമുക്കറിയാം പലർക്കും, മെജോറിറ്റി ആളുകൾക്കും പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഓൾറെഡി ഹാവ് അക്കൗണ്ട് എന്നുള്ളത്, അതായത് നമുക്ക് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നായിരിക്കും. നമ്മൾ ഫ്രഷർ ആയിട്ട് തുടങ്ങുമ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആയിരിക്കുമല്ലോ നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പേജ് ആണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് കൺട്രി ഓഫ് നാഷണാലിറ്റി, നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് ജസ്റ്റ് ഡെമോ പേർപ്പസിന് വേണ്ടിയിട്ടാണ്, ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ആ കാര്യങ്ങൾ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്. അതിൽ ഫസ്റ്റ് നിങ്ങളുടെ ഫുൾ നെയിം,
ഫുൾ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ 10th എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റിൽ 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ളത്. ഇതേപോലെ തന്നെ റീടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഒറ്റ പ്രാവശ്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ മോഡിഫിക്കേഷൻസോ അല്ലെങ്കിൽ റീകറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. തെറ്റ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റീടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ ഏതാണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ കൊടുക്കുക. റൈറ്റ് സൈഡിലും അത് റീടൈപ്പ് ചെയ്യുക. ദെൻ സെലക്ട് ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് റൈറ്റ് സൈഡിലും റീസെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ഫാദേഴ്സ് നെയിം എന്താണോ 10th സർട്ടിഫിക്കറ്റിലുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും അത് റീടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ മദേഴ്സ് നെയിം. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ആധാർ വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്ലീസ് എൻ്റർ യുവർ ആധാർ കാർഡ് നമ്പർ. ഈ ഒരു ഓപ്ഷനകത്ത് ഈ ഒരു സ്പേസിൽ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇൻ കേസ് നമുക്കറിയാം നമ്മുടെ മെജോറിറ്റി ആളുകൾക്കും ആധാർ കാർഡും ആധാർ നമ്പറും ഒക്കെ ഉള്ളവരാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ആധാർ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ്. ആധാർ കാർഡ് ഇല്ല എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ആധാർ കാർഡ് എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ യൂസിങ് ആധാർ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. വെരിഫിക്കേഷൻ പ്രോസസ്സ് നടന്നോളും. പക്ഷേ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു പേജ് ഓപ്പൺ ആയി വരും. ആ പേജിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫ് കൊടുക്കേണ്ടതായിട്ട് വരും. ഒന്നുകിൽ നിങ്ങളുടെ ഇലക്ഷൻ ഐഡിയോ അല്ലെങ്കിൽ പാൻ കാർഡോ ഏതെങ്കിലും ഒരു ID നമ്പർ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. മാക്സിമം നിങ്ങൾ ആധാർ കാർഡ് നമ്പർ യൂസ് ചെയ്ത് തന്നെ ഇവിടുത്തെ വെരിഫിക്കേഷൻ പ്രോസസ്സ് നടത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്ത് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്. ഇമെയിൽ അഡ്രസ്സ് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കുക. കാരണം നമ്മുടെ ഡീറ്റെയിൽസ് ഇമെയിൽ അഡ്രസ്സ് ആയാലും മൊബൈൽ നമ്പർ ആയാലും വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. നമ്മുടെ എക്സാമിനേഷൻ സെന്റർ ഏതാണ്, അപ്പം എന്താണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്റ്റിലായിരിക്കും വരിക. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഒരു ഇമെയിൽ OTP ഇമെയിലിൽ നിങ്ങളുടെ ഇമെയിൽ ID വരും. അപ്പോൾ അത് എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് മൊബൈൽ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോഴും നിങ്ങളുടെ മൊബൈലിൽ ഒരു OTP വരും, അതിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ, അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു പാസ്വേഡ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്വേഡിനകത്ത് ഒരു ക്യാപിറ്റൽ ലെറ്റർ മസ്റ്റായിട്ട് ഉണ്ടാവണം. അതുപോലെ ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാവണം. ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതായത് @ സ്റ്റാർ ഹാഷ് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അതിൽ നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതോടൊപ്പം നമ്പേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് എവിടെയെങ്കിലും നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നോട്ട് ചെയ്ത് വെക്കുക. നമുക്കിനി ഫർദർ പ്രോസസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിനകത്ത് കയറണമെങ്കിൽ പാസ്വേഡ് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ആ ഒരു ഡിഫിക്കൽറ്റി ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഓർത്ത് വെക്കുക, കുറിച്ച് വെക്കുക, നിർബന്ധമായിട്ടും കുറിച്ച് തന്നെ വെക്കുക. നെക്സ്റ്റ് ഒരു ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. ക്യാപ്ച നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് താഴെ എന്താണ് പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സൈൻ അപ്പ് പേജ് ഓപ്പൺ ആയി വരും. ആ ഒരു പേജിൽ നിങ്ങളുടെ മെയിൽ ID അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട്, അതായത് സെൻ അക്കൗണ്ടിന്റെ പാസ്വേഡും കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യുക. ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സെന്നിൽ ഒറ്റ അക്കൗണ്ടേ പാടുള്ളൂ. പിന്നെ ലാംഗ്വേജസ് ഏതൊക്കെ മീഡിയം ഓഫ് ലാംഗ്വേജസ് ആണ് വരുന്നത്, ഓൺലൈൻ പേയ്മെന്റ് മെത്തേഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സെൻ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. ഒത്തിരി താഴോട്ട് മറ്റ് ടെക്നിക്കൽ എക്സാമിന്റെ സെൻ നമ്പർ ഒക്കെ വരുന്നുണ്ട്. നമ്മളത് നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക. സെൻ നമ്പർ 04/2024 ആണ് നമ്മുടെ കാറ്റഗറി നമ്പർ അഥവാ സെൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മൾ സോൺ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സോൺസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള RRB സോൺസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സോൺസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെമോ പർപ്പസിന് വേണ്ടി ജെന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് തൊട്ട് താഴെയായിട്ട് ഐ എം നോട്ട് കറന്റ് ഡിബാർഡ് ബൈ എനി RRB ഓർ RRC എന്ന് കാണിച്ചിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക.
ഈ ഒരു വിൻഡോ ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള ഒരു പേജ് ആണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് നിങ്ങളുടെ ഇൻഫർമേഷൻസ് കൊടുക്കുക. എന്താണ് നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, റിലീജിയൻ, മദർ ടങ്, പിന്നെ നെക്സ്റ്റ് വരുന്നത് ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഓഫ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ മദർ ടങ് കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് പെർമനന്റ് വിസിബിൾ മാർക്ക് ഓഫ് ഐഡന്റിഫിക്കേഷൻ ആണ്. അപ്പോൾ അങ്ങനെ രണ്ട് നിങ്ങളുടെ പെർമനന്റ് വിസിബിൾ മാർക്ക് ഓഫ് ഐഡന്റിഫിക്കേഷൻ കൊടുക്കാനുണ്ട്. അതെല്ലാവരും ശ്രദ്ധിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വരുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിലാണോ ഉൾപ്പെടുന്നത് അതിവിടെ കൊടുക്കുക. ജനറൽ ആണോ, SC/ST ആണോ, OBC ആണോ. അപ്പോൾ നിങ്ങളൊരു റിസർവേഷൻ കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ SC/ST അല്ലെങ്കിൽ OBC വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് കൂടെ കയ്യിൽ വെച്ചിരിക്കുക. കാരണം അതിലുള്ള ഇൻഫർമേഷൻ, അതായത് സർട്ടിഫിക്കറ്റ് നമ്പറും ഇഷ്യൂയിങ് അതോറിറ്റിയും ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ്ങും കൂടെ എന്താണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, അതായത് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ കയ്യിൽ വെച്ചിട്ട് വേണം ഇത് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. കാരണം സർട്ടിഫിക്കറ്റ് നമ്പറും ഇഷ്യൂയിങ് അതോറിറ്റിയും ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റും അതുപോലത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്. പെർമനന്റ് അഡ്രസ്, വില്ലേജ്, ടൗൺ, പിൻകോഡ്, അങ്ങനത്തെ കുറച്ച് അതും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ അത് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ പ്രീവിയസ് പേജിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു പേജാണ് നെക്സ്റ്റ്, ഈ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മുടെ കാറ്റഗറി ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനായിട്ടുള്ളത്. അതായത് ആദ്യം വരുന്നത് എക്സ് സർവീസ്മെൻ ഡീറ്റെയിൽസ്. നിങ്ങളൊരു എക്സ് സർവീസ്മെൻ ആണോ അല്ലെങ്കിൽ ആയിരുന്നോ എന്നുള്ളത് ഇവിടെ നോക്കുക. ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എസ് ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക, നോ ആണെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതുപോലെ ആർ യു പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ നേരത്തെ കൊടുത്തതുപോലെ അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. നെക്സ്റ്റ് വരുന്നത് EBC എന്താണ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണോ, അങ്ങനെ ഒരു ബാക്ക്വേർഡ് ക്ലാസ് ഉള്ള ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് നെയിം ഓഫ് കറന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ ഓർഗനൈസേഷൻ ആണ്. അതായത് നിങ്ങൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഏതാണോ അത് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് കൊടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനായിട്ടുള്ളത്. ബാങ്ക് ഡീറ്റെയിൽസ് വരുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആണ്. കാരണം നമുക്കറിയാം നമുക്ക് എക്സാമിനേഷൻ ഫീ ഉണ്ട്. ജനറലിൽ വരുന്ന ആളുകൾക്ക് 500 രൂപയും ബാക്കി കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 250 രൂപയുമാണ്. ഈ 500 രൂപ അടയ്ക്കുന്ന ആളുകൾക്ക് 400 രൂപ റീഫണ്ട് ചെയ്ത് കിട്ടും. അതുപോലെ 250 അടയ്ക്കുന്ന ആളുകൾക്ക് മുഴുവൻ തുക റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ബാങ്ക് ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ കൃത്യമായി തന്നെ കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഇത്രയും കൃത്യമായി കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഈ ഒരു പേജ്, ഈ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വർക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ്. അതും കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഈ ഒരു പേജാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ നമ്മുടെ SSLCയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനായിട്ടുള്ളത്. ഡിഫോൾട്ടായിട്ട് വരും. SSLCയുടെ ഡേറ്റ് ഓഫ് പാസിംഗ്, വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റിലോട്ട് പോവാം. ഓക്കെ, അടുത്ത് വരുന്നത് നമ്മൾ 10ാം ക്ലാസ്സിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അടുത്ത് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ആ ക്വാളിഫിക്കേഷൻ താഴെ സെലക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ ഡിഫറെന്റ് പാരാമെഡിക്കൽ പോസ്റ്റിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ BSc നഴ്സിംഗ്, BSc ഇൻ മെഡിക്കൽ ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, ഫാർമസി, അങ്ങനെ എല്ലാ കാറ്റഗറീസിലുള്ള എല്ലാ പാരാമെഡിക്കൽ കാറ്റഗറീസ് ഇവിടെ വരുന്നുണ്ട്. ഞാനൊരു ഡെമോ പേർപ്പസിന് വേണ്ടി തൽക്കാലം BSc നഴ്സിംഗ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ BSc നഴ്സിംഗ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് BSc നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇനി വരുന്നത്. ഇവിടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്, അത് സെലക്ട് ചെയ്യുക. അവിടെ BSc നഴ്സിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് കൊടുക്കേണ്ടത്. മറ്റ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, നെയിം ഓഫ് യൂണിവേഴ്സിറ്റി, കോളേജ് ഓർ യൂണിവേഴ്സിറ്റി, ഡേറ്റ് ഓഫ് പാസിംഗ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഇത് കൊടുക്കുക. ഓക്കെ,
അപ്പോൾ നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് താഴെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഫിൽ ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് പേജിൻ്റെ അകത്ത് വരുന്നത് നമ്മുടെ ഇമേജും, അതായത് നമ്മുടെ ഫോട്ടോയും നമ്മുടെ സിഗ്നേച്ചറും കൊടുക്കാനുള്ളൊരു പേജാണ്. അപ്പോൾ ഫോട്ടോ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്റ്റുഡിയോ പോയി തന്നെ കറക്റ്റ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സിന്റെ ബേസിസിൽ തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ ആ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് 320 പിക്സൽ ബൈ 240 പിക്സൽ, ഈ ഒരു സൈസിൽ തന്നെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളത്. ഇത് നമ്മുടെ ഗൂഗിളിൻ്റെ അകത്ത് റീസൈസ് പിക്സൽ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് കയറി നിങ്ങൾ കൊടുക്കുന്നത് ഏതൊരു സൈസിലുള്ള ഇമേജ് ആയിരുന്നാലും നമുക്ക് ഇതിനെ റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു 2 സൈസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ അതിൻ്റെ ഒരു ഇമേജ് സൈസ് എന്ന് പറയുന്നത് 30 KB to 70 KBക്ക് ഉള്ളിലായിരിക്കണം. ഇത് നിങ്ങൾക്ക് അവിടെ ഓപ്ഷനിൽ കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഗൂഗിളിൽ കയറി റീസൈസ് പിക്സൽ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഈ ഒരു പാരാമീറ്റേഴ്സിന്റെ ഉള്ളിൽ വരുന്ന തരത്തിൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സിഗ്നേച്ചർ നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിൽ ബ്ലാക്ക് കളർ ഇങ്ക് കൊണ്ട് തന്നെ സിഗ്നേച്ചർ കൊടുത്തിട്ട് നമ്മൾ ഫോട്ടോ ചെയ്തതുപോലെ ഇവിടെ സൈസ് പറയുന്നുണ്ട് 60 പിക്സൽ ബൈ 140 പിക്സൽ, ഈ ഒരു സൈസിൽ ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെയും മാക്സിമം ഇമേജ് സൈസ് പറയുന്നുണ്ട് 30 KB to 70 KB. ഓക്കെ, അപ്പോൾ അത് രണ്ടും എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻ കേസ് ഓഫ് നിങ്ങൾ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഇതിന്റെ സൈസും ഇമേജിന്റെ സൈസും ഒക്കെ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ അപ്ലോഡ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ സേവ് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം വരുന്നത് പേയ്മെന്റ് ആണ്. പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അവൈലബിൾ ആയിട്ട് കിട്ടും. ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. ഇനി നമുക്ക് വരുന്ന ഫർദറിൽ വരുന്ന എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ഒരു നമ്പർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അപ്ലൈ ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ റെയിൽവേയുടെ എല്ലാ ക്ലാസ്സുകളും വളരെ ഭംഗിയായി തന്നെ നടന്നു പോകുന്നുണ്ട്. പ്രൊഫഷണൽ എബിലിറ്റിയും അതോടൊപ്പം തന്നെ ജനറൽ നോളജും വളരെ പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ക്ലാസ്സുകൾ നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി കാണാവുന്നതാണ്. അഡ്മിഷനായി ജോയിൻ ചെയ്യാവുന്ന. അതോടൊപ്പം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോമ്പറ്റേറ്റീവ് എക്സാംസുമായി റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും മറ്റ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് യൂസ് ചെയ്ത്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.